ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എങ്ങനെ ഓഫ്ലൈൻ ആകാൻ സാധിക്കും, അതേപോലെ ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ നിന്നും ചാറ്റ് എങ്ങനെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും, അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും എങ്ങനെ സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഈ 2 ഫേസ്ബുക്ക് പേജുകളും ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഫേസ്ബുക്ക് ചാറ്റിൽ ഡിസേബിൾ ആകാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നിന്നും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയാണ്. ഇനി ഫേസ്ബുക്ക് ചാറ്റിൽ ഡിസേബിൾ ആകാനായി നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഉള്ളവരുടെ എല്ലാം ലിസ്റ്റ് വരും. ഇതിൽ ഓൺലൈൻ ഉള്ളവരെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രീൻ കളർ ബട്ടൺ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഗ്രീൻ കളർ ബട്ടൺ വരുന്നത് നിങ്ങൾക്കറിയാം ഇത് ഓൺലൈനിലുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫേസ്ബുക്ക് ചാറ്റിൽ വന്ന് ഇതുപോലെ നോക്കുമ്പോൾ നിങ്ങളും ഓൺലൈനായിട്ടായിരിക്കും കാണുന്നത്. ഡിസേബിൾ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു സെറ്റിംഗ്സ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് ചാറ്റ് ഓൺ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഓഫ് ആക്കുക. ഇപ്പോൾ ഫേസ്ബുക്ക് ചാറ്റിൽ നിങ്ങൾ ഓഫ്ലൈനായി. ഇനി നിങ്ങൾക്ക് ഇത് ഓൺ ആക്കണമെങ്കിൽ ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫേസ്ബുക്ക് ചാറ്റ് എനേബിൾ ആകുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ചാറ്റ് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഓപ്പൺ ആക്കിയാണ്. ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ 3 വരകൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആക്റ്റീവിൽ ക്ലിക്ക് ചെയ്യുക. ആക്റ്റീവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മെസ്സഞ്ചറിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ട്. ഇവരെല്ലാം ഓൺലൈനിലുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ഓൺലൈനിലുള്ള കാര്യം മറ്റ് മെസ്സഞ്ചർ യൂസ് ചെയ്യുന്നവർ അറിയണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളം ടിപ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് ഞാൻ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് റൈറ്റ് സൈഡിലായിട്ടൊരു എനേബിൾ ഡിസേബിൾ ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡിസേബിൾ ചെയ്യും. ഡിസേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇവിടെ നോക്കുക ആക്റ്റീവായിട്ടുള്ള ചാറ്റ് ലിസ്റ്റ് ഡിസേബിൾ ആകും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടും ഫേസ്ബുക്ക് ചാറ്റിൽ ഡിസേബിൾ ആകും. മറ്റാർക്കും ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അറിയാൻ സാധിക്കത്തില്ല. അവർക്ക് ആ ഗ്രീൻ കളർ ബട്ടൺ ലഭിക്കത്തില്ല. ഇനി ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു പ്രാവശ്യം സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ എങ്ങും തന്നെ നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ലഭിക്കത്തില്ല. അപ്പോൾ സാധാരണ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാനായിട്ട് പല സുഹൃത്തുക്കളും ചെയ്യാറുള്ളത് ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുകയാണ്. ഒരുപാട് സുഹൃത്തുക്കളുടെ മെസ്സേജ് വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും എങ്ങനെ സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വീഡിയോ കാണിക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഓഫ്ലൈൻ ആകാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു. അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്ന് നമുക്ക് എങ്ങനെ സൈൻ ഔട്ട് ആകാൻ സാധിക്കുമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ എവിടെ സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും സൈൻ ഔട്ട് ആകാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കത്തില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് എനിക്കിവിടെ ആപ്ലിക്കേഷൻ മാനേജർ ലഭിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് വേർഷൻ അനുസരിച്ച് മറ്റ് രീതിയിലായിരിക്കാം ഈ ആപ്ലിക്കേഷൻ മറ്റ് ഫോൾഡറുകളിലായിരിക്കാം ലഭിക്കുന്നത്. നിങ്ങളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അതിനുശേഷം ഡൗൺലോഡഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്ന് ലഭിക്കും. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക ഫേസ്ബുക്ക് മെസ്സഞ്ചർ. നോക്കൂ, ഇവിടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ കാണാൻ സാധിക്കും. ഞാനത് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങളെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊന്ന് സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, അതായത് ഞാൻ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സൈൻ ഇൻ ആവും. സൈൻ ഇൻ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് സൈൻ ഔട്ട് അല്ല. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഒരു സിമ്പിൾ ക്ലിക്കിൽ സൈൻ ഔട്ട് ആകാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക.
ഫേസ്ബുക്ക് മെസ്സഞ്ചർ സൈൻ ഔട്ടായി. അതിനുശേഷം വീണ്ടും സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഞാൻ കണ്ടിന്യൂ മലയാളം ടിപ്സ് എന്നുള്ള അക്കൗണ്ടിലൂടെ സൈൻ ഇൻ ചെയ്യുകയാണ്. ലോഗിൻ ഇൻ എന്നിവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് സൈൻ ഔട്ട് ആകാൻ സാധിക്കും. എന്നാൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ സൈൻ ഔട്ട് ആകാൻ സാധിക്കത്തില്ല. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ സൈൻ ഔട്ട് ആകാൻ സാധിക്കും. നോക്കുക, വീണ്ടും ഇത് സൈൻ ഇൻ ആവുകയാണ്. ഇപ്പോൾ വീണ്ടും എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ സൈൻ ഇൻ ആയി. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.